ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കവിത പാടട്ടെ. 1999 വർഷത്തിൽ ഞാൻ സ്കൂളിൽ പാടിയ ഒരു കവിതയാണ്. സ്നേഹിച്ചിടേണ്ട നീ, സേവിച്ചിടേണ്ട നീ, ദ്രോഹിപ്പതെന്തിനായി നിന്നയൽക്കാരനെ. ലാളിച്ചിടേണ്ട നീ, പാലിച്ചിടേണ്ട നീ, ഹോമിപ്പതെന്തിനായി നിന്നയൽക്കാരനെ. തല്ലുവോർ കൊല്ലുവോർ, കൊല്ലാതെ കൊല്ലുവോർ, കൊല്ലപ്പെടാൻ വേണ്ടി മാത്രം ജനിക്കുവോർ. ഈ നല്ല മണ്ണിൽ നവോന്മേഷതം ജീവിത സ്വപ്നം വിടർത്തുവോരില്ലയോ. സ്വപ്നം വിടർത്തുവോർ, അന്യൻ വിടർത്തുന്ന സ്വപ്നം ക്ഷമിക്കുവാൻ സന്മനസ്സാളുവോർ. സോദരപ്പോരൊരു പോരല്ലെന്നാരോധി സോദര രക്തം കുടിക്കുന്ന നാടിതിൽ, സോദര മാംസം നുണയ്ക്കുന്ന നാടിതിൽ, സോദരപ്പോരാൽ മുടിഞ്ഞുപോ നാടിതിൽ. പഞ്ചഭൂതങ്ങളെ നിങ്ങളീ നാടിൻ്റെ നന്മയ്ക്കൊരൽപ്പം കഞ്ഞലിഞ്ഞിടണേ. മുക്തമാം യൗവനം മുറ്റുന്നതിന് മുൻപ് വെട്ടി വീഴ്ത്തപ്പെടാൻ മാത്രമായി മർത്യജന്മത്തിലെ ബാക്കി മറന്നുപോയി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു ബെഞ്ച് സാറ് പഠിപ്പിച്ചതാണ് ഈ കവിത. അത് ഒരു സ്കൂൾ ആനിവേഴ്സറിക്ക് ഞാൻ പാടി. ഒരു 3 പേജുണ്ട്, ഞാനങ്ങ് മറന്നുപോയി, ബാക്കി ഒരുപാടുണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങ് പാടിയതാണ്. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇത് ഓർക്കുമായിരിക്കും. അന്നത്തെ ചെറിയ ഒരു ഗായികയായിരുന്നു ഞാൻ. നമ്മുടെ ഒരു കഴിഞ്ഞു പോയ കാലം ഒരു പാട്ടുണ്ടല്ലോ, അതെൻ്റെ ഫേവററ്റ് സോങ് ആയിരുന്നു. ഞാൻ ആദ്യമേ 1 മുതൽ 8 വരെ ഇടമുറി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. 9ലും 10ലും വെച്ചുച്ചിറ കുന്നം MDHSലാണ് 9ലും 10ലും പഠിച്ചത്. അപ്പം അന്ന് പഠിച്ച കുട്ടികൾക്കെല്ലാം അറിയാം ഞാൻ പാടിയ പാട്ടൊക്കെ. അപ്പം എനിക്കൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഇവിടെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. എന്നെ നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്, എന്താ സുജയെ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കവിതയൊക്കെ ആലപിച്ച് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മെഡിറ്റേഷൻ്റെ ഒരു വീഡിയോ ഇനി ഇടുന്നുണ്ട്. അത് മോന് സമയം കിട്ടുന്നതിൻ്റെ അനുസരിച്ചാവട്ടെ, അതൊക്കെ എഡിറ്റ് ചെയ്തിടണം, അല്ലാതിട്ടാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓണമൊക്കെ അടുത്തല്ലോ, എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുമായിരിക്കും. ഇന്ന് ചിത്രയായില്ലേ? ഞങ്ങൾ ഇന്നലെ രാമായണം വായനയൊക്കെ എല്ലാവരും മനോഹരമാക്കി ചൊല്ലി തീർത്തു. ഇനി അടുത്ത വർഷമാണ്. ഓക്കെ, നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.